മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സെഷൻ ചെയ്യുന്നത്. കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഏജ് ലിമിറ്റ് ഉയർത്തിയപ്പോഴെല്ലാം തന്നെ നമ്മൾ ആവശ്യപ്പെട്ട എന്താണ്, യൂണിഫോം പരീക്ഷകൾക്കും കൂടെ CPO, WCPO, APO, BFO, CEO അങ്ങനെ എല്ലാ യൂണിഫോം പരീക്ഷകൾക്കും കൂടെ ഏജ് ലിമിറ്റ് ഉയർത്തുക. ആ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചേക്കാണ്. അതായത് ഇനി മുതൽ യൂണിഫോം പോസ്റ്റുകൾക്കും, യൂണിഫോം പോസ്റ്റുകൾക്കും ടീച്ചിങ് പോസ്റ്റുകൾക്കും എല്ലാം തന്നെ ഏജ് ലിമിറ്റ് ഉയർത്തിയിട്ടുണ്ട്. 4 വർഷത്തെ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ഇതിനെല്ലാം തന്നെ ബാധകമാണ്. അപ്പോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. PSC പ്രായപരിധി വർധന ഫെബ്രുവരി 27 മുതൽ ബാധകം. ഫെബ്രുവരി 27 മുതൽ വരാൻ പോകുന്ന എല്ലാ PSC നോട്ടിഫിക്കേഷൻസിനും 4 വർഷം ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. സോ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഫെബ്രുവരി 28 വിജ്ഞാപനത്തിൽ പ്രായപരിധി വർധന ഉൾപ്പെടുത്തി തിരുത്തൽ വിജ്ഞാപനങ്ങൾ ഇറങ്ങും. PSC വഴി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയിലെ 4 വർഷ വർധന ഫെബ്രുവരി 27 മുതൽ പുറത്തിറങ്ങിയ വിജ്ഞാപനങ്ങൾക്ക് ബാധകമാക്കാൻ PSC തീരുമാനിച്ചു. അതിനുശേഷം വരുമ്പോൾ സേനകളിലും അധ്യാപക നിയമനങ്ങൾ ഇത് ബാധകമാണ്. പരിശീലനം ആവശ്യമുള്ള സേനാ വിഭാഗ തസ്തികളിലും പ്രായപരിധിയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയും. സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മളിപ്പോൾ കുറെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് ഞാൻ CPO എടുക്കുകയാണ്. അപ്പൊ അതേപോലെ തന്നെ WCPO എടുക്കുകയാണ്. CPO, WCPO, അതേപോലെ തന്നെ ഫയർമാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫയർമാൻ, അതേപോലെ തന്നെ ഫയർ വുമൺ, ഫയർവുമൺ. അത് കഴിഞ്ഞ IRB കമാൻഡോ, ഇവരുടെയൊക്കെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 26 വയസ്സായിരുന്നു ഏജ് ലിമിറ്റ്. അതായത് 26 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ ഇനി മുതൽ ഏജ് ലിമിറ്റ് എത്രയാക്കി ഉയർത്തിയിട്ടുണ്ട്? 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. അതായത് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് SC/SC ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. സോ SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അത് കഴിഞ്ഞ ബാക്കിയുള്ള പരീക്ഷകൾ വരുമ്പോൾ ഞാനിപ്പോൾ BF എടുക്കുകയാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഇത്രയും കാലം 30 വയസ്സ് വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനി മുതൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 34 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. OBC ആണെങ്കിൽ 37 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. SC/ST ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫോഴ്സ് പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ, അതേപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ നോക്കുകയാണെങ്കിൽ 31 വയസ്സായിരുന്നു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് എത്ര ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്? 35 വയസ്സാക്കി ഏജ് ലിമിറ്റ് ഉയർത്തിയിട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്, 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്, 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് എല്ലാ യൂണിഫോം പരീക്ഷകൾക്കും ബാധകമാണ്. അതായത് സബ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടറിന് പോലും ഇത് ആപ്ലിക്കബിൾ ആണ്. സബ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇനി അത് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജനറൽ കാറ്റഗറി ആണെങ്കിൽ, OBC ആണെങ്കിൽ അവിടെയും 3 വർഷം ഇളവുണ്ട്, പിന്നീട് 3 വർഷം ഇളവുണ്ട്. SC/ST ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ടീച്ചിങ് പരീക്ഷകളിലേക്ക് വരുമ്പോൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. നോക്കി, ഫസ്റ്റ് നമ്മൾ പോലീസ്, അതേപോലെ തന്നെ CPO, WCPO, IRB പോലീസ് കമാൻഡോ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ തസ്തികകളിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇപ്പോൾ 18-26 ആണ്. 4 വർഷത്തെ വർധന ബാധകമാകുമ്പോൾ ഈ തസ്തികകളിൽ പൊതുവിഭാഗത്തിന് 18-30, OBC 18-33, SC/ST 18-35 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ജയിൽ, എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ, വനം, വന്യജീവി തുടങ്ങിയ വകുപ്പുകളിലേക്ക് യൂണിഫോം തസ്തികകൾ ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാകും. അത് കഴിഞ്ഞ് നോക്കാം, മറ്റൊരു സന്തോഷ വാർത്ത, LPST, UPSC, HST എന്നീ അധ്യാപക തസ്തികകളിൽ നിലവിലെ പ്രായപരിധി 18-40 ആണ്. ഇതിനും 4 വർഷത്തെ ഏജ് റിലാക്സേഷൻ ബാധകമാണ്. അതായത് LP, UP പരീക്ഷകൾക്ക് ഇനി മുതൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 44 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. OBC ആണെങ്കിൽ 47 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 49 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പൊ വന്ന ഈ 4 വർഷത്തെ റിലാക്സേഷൻ, 4 വർഷത്തെ വർധനവ് എല്ലാ PSC പരീക്ഷകൾക്കും ബാധകമാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറങ്ങാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷം കേട്ട കാര്യം. യൂണിഫോം പരീക്ഷ എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ പോലീസ് എടുക്കുകയാണ്, ഒരാൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ 21 വയസ്സാവും. അത് കഴിഞ്ഞ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് പുള്ളി PG കയറുന്നു. PG കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു 22 വയസ്സ്, 22 സ്റ്റാർട്ട് ചെയ്താൽ 24 തീരും. ഓക്കെ, 24 തീരും, അല്ലെങ്കിൽ 25 ആയിരിക്കും പുള്ളി PG കഴിഞ്ഞ് ഇറങ്ങുന്നത്. അപ്പൊ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നു. ചിലപ്പോൾ ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പുള്ളിക്ക് ഒരിക്കലും പോലീസ് ആവാൻ പറ്റത്തില്ല. കാര്യം ഏജ് ലിമിറ്റ് 26 വയസ്സാണ്. അപ്പൊ അതൊക്കെ മാറി. ഒരുപാട് സന്തോഷം മക്കളെ. ഇനി
ഈ അവസരം കിട്ടിയ എല്ലാവരും, അതായത് കയ്യിൽ നിന്ന് അവസരം പോയി, അതൊക്കെ ഒരു ദൈവഭാഗ്യം പോലെ തിരിച്ചു കിട്ടിയൊക്കെയാണ്. ഒരുപാട് പേരുടെ പ്രവർത്തനം ഇതിന്റെ പുറകിലുണ്ട്. സംഘടനകൾ, ആ സംഘടനയിൽ പ്രവർത്തിച്ച എല്ലാവരും, അതുപോലെ തന്നെ സൂപ്പർ നോട്ട്സിലും അതിലൊരു ഭാഗമാകാൻ പറ്റി. ഞങ്ങൾ നിരന്തരമായി ഇതിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഫലം കിട്ടിയപ്പോൾ ഒരുപാട് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, മക്കളെ ഇനി ആഞ്ഞു പഠിച്ചു തുടങ്ങിക്കോടാം. സൂപ്പർ നോട്ട്സ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി ഡിഗ്രി പ്രിലിംസ് ക്രാഷ് പ്ലസ് മെയിൻസ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിഗ്രി ലെവൽ അപ്ലൈ ചെയ്ത എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഞങ്ങളുടെ കൂടെ അയക്കോ, നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുള്ള ക്ലാസ് കിട്ടും. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതേപോലെ തന്നെ ഇനി ഫോഴ്സ് പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ കാക്കി 2 എന്ന പേരിൽ ഒരു പുതിയ ബാച്ച് നമ്മൾ ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അതിനായിട്ട് 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സോ താങ്ക് യു ഓൾ, ബൈ.